പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: മനസ്സിന് ഇമ്പമായിരിക്കുന്നത് എന്ത്? ഉത്തരം: പരിജ്ഞാനം. സദൃശവാക്യങ്ങൾ 2:10. ക്വസ്റ്റ്യൻ: പൗലോസ് വസ്ത്രം കുടഞ്ഞത് എവിടെ വെച്ച്? ഉത്തരം: കൊരിന്തിൽ വെച്ച്. അപ്പോസ്തലപ്രവൃത്തികൾ 18:1-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യുന്നതാര്? ഉത്തരം: ശമര്യ. ഹോശേയ 8:6-7 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: അപ്പന് വീഞ്ഞ് കൊടുത്ത മകൻ? ഉത്തരം: യാക്കോബ്. ഉൽപ്പത്തി 27:25. ക്വസ്റ്റ്യൻ: ഏതു നഗരമാണ് സമുദ്രമധ്യേ നശിച്ചുപോയത്? ഉത്തരം: സോർ. യെഹെസ്കേൽ 27:32. ക്വസ്റ്റ്യൻ: കനാന്റെ ആദ്യജാതൻ? ഉത്തരം: സീദോൻ. 1 ദിനവൃത്താന്തം 1:13. ക്വസ്റ്റ്യൻ: ഭാര്യയ്ക്കും സഹോദരിക്കും ഒരേ പേര്, ആരുടെ? പേരെന്ത്? ഉത്തരം: ദാവീദിൻ്റെ. അബീഗയിൽ. 1 ദിനവൃത്താന്തം 3:1, 2:16. ക്വസ്റ്റ്യൻ: അന്ത്യകാലത്ത് ഉണ്ടാകുന്ന പരിഹാസികളുടെ പ്രത്യേകത എന്താണ്? ഉത്തരം: ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ. യൂദ 1-18 വാക്യം. ക്വസ്റ്റ്യൻ: യാഗപീഠത്തിൻ്റെ മുകളിൽ കയറിയതാര്? ഉത്തരം: ആഹാസ്. 2 രാജാക്കന്മാർ 16:12. ക്വസ്റ്റ്യൻ: ബേഥേലിലെ പുരോഹിതൻ? ഉത്തരം: അമസ്യാവ്. ആമോസ് 7:10. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ഭരിച്ച 2 രാജാക്കന്മാരുടെ പേര് ഒന്നു തന്നെ, പേരെന്ത്? ഉത്തരം: യൊരോബെയാം. 1 രാജാക്കന്മാർ 15:1, 2 രാജാക്കന്മാർ 14:23. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യമായി കുഷ്ഠം വന്നതാർക്ക്? ഉത്തരം: മോശയ്ക്ക്. പുറപ്പാട് 4:6. ക്വസ്റ്റ്യൻ: സേല എന്ന പദം ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് സങ്കീർത്തനത്തിലാണ്? ഉത്തരം: സങ്കീർത്തനം 89, 4 തവണ. ക്വസ്റ്റ്യൻ: 3 പുസ്തകങ്ങളിൽ ഒരേ റഫറൻസിൽ ഒരേ വാക്യങ്ങൾ. റഫറൻസ് ഏത്? ഉത്തരം: 1-ാം അധ്യായം 2-ാം വാക്യം. പുസ്തകങ്ങൾ: എഫെസ്യർ, 2 കൊരിന്ത്യർ, ഫിലിപ്പിയർ. ക്വസ്റ്റ്യൻ: വസ്ത്രം കീറിയതായി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം: യാക്കോബ്. ഉൽപ്പത്തി 37:34. ക്വസ്റ്റ്യൻ: പുറപ്പാട് എന്ന വാക്ക് ഉൽപ്പത്തിയിലോ പുറപ്പാടിലോ ഇല്ല. ആദ്യമായി കാണുന്നത് ഏത് പുസ്തകത്തിലാണ്? ഉത്തരം: സംഖ്യാപുസ്തകം. സംഖ്യ 10:6. ക്വസ്റ്റ്യൻ: സാറ മരിച്ച സ്ഥലം? ഉത്തരം: ഹെബ്രോൻ എന്ന കിര്യത്ത് അർബ. ഉൽപ്പത്തി 23:2. ക്വസ്റ്റ്യൻ: എബ്രായ മാസങ്ങളിലെ ഒരു മാസത്തിൻ്റെ പേര് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അത് എത്രാം മാസമാണ്? ഉത്തരം: 5-ാം മാസം. ക്വസ്റ്റ്യൻ: കടുത്ത നെറ്റിയും കഠിന ഹൃദയവുമുള്ളവർ ആര്? ഉത്തരം: ഇസ്രായേൽ ഗൃഹം. യെഹെസ്കേൽ 3:7. ക്വസ്റ്റ്യൻ: മ്ലേച്ഛതയുടെ ചിറകിന്മേൽ വരുന്നതാര്? ഉത്തരം: ശൂന്യമാക്കുന്നവൻ. ദാനിയേൽ 9:27. ക്വസ്റ്റ്യൻ: പ്രസംഗിക്കരുതെന്ന് പ്രസംഗിച്ചവർ ആര്? ഉത്തരം: യാക്കോബ് ഗൃഹം. മീഖ 2:6. ക്വസ്റ്റ്യൻ: കലങ്ങി മറിയുന്ന കടൽ പോലെ ഉള്ളവർ ആര്?
ഉത്തരം ദുഷ്ടന്മാർ. യെശയ്യാവ് 57:20. ക്വസ്റ്റ്യൻ: സിയോൻ പുത്രിയുടെ മലിനത കഴുകിക്കളയുന്ന കാറ്റുകൾ. ഉത്തരം ന്യായവിധിയുടെ കാറ്റ്, ദഹനത്തിൻ്റെ കാറ്റ്. യെശയ്യാവ് 4:3. ക്വസ്റ്റ്യൻ: ഓട്ടത്തിന് വട്ടം കൂടുന്നവർ ആര്? ഉത്തരം ഗബീം നിവാസികൾ. യെശയ്യാവ് 10:31. ക്വസ്റ്റ്യൻ: തീയിൽ നിന്ന് വരുന്നത് എന്ത്? ഉത്തരം ഈയം. യിരെമ്യാവ് 6:29. ക്വസ്റ്റ്യൻ: ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ പ്രകാശിക്കുന്നവർ ആര്? ഉത്തരം ബുദ്ധിമാന്മാർ. ദാനിയേൽ 12:3. ക്വസ്റ്റ്യൻ: സ്വന്ത ഛർദിയിൽ കിടന്നുരുളുന്നതാര്? ഉത്തരം മോവാബ്. യിരെമ്യാവ് 48:26. ക്വസ്റ്റ്യൻ: രാത്രിയിൽ ഉപവസിച്ച രാജാവ് ആര്? ഉത്തരം ദാര്യാവേശ്. ദാനിയേൽ 6:18. ക്വസ്റ്റ്യൻ: എവിടുത്തെ ജലാശയങ്ങളാണ് രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദീമോനിലെ. യെശയ്യാവ് 15:9. ക്വസ്റ്റ്യൻ: അകം മുഴുവനും പീഡനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പട്ടണം. ഉത്തരം യെരുശലേം. യിരെമ്യാവ് 6:6. ക്വസ്റ്റ്യൻ: അറബിയിലെ കാട്ടിൽ രാപാർക്കുന്നതാര്? ഉത്തരം ദേദാന്യരുടെ സാർത്തഗണങ്ങൾ. യെശയ്യാവ് 21:13. ക്വസ്റ്റ്യൻ: പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകുന്നതാർക്ക്? ഉത്തരം നോഫിന്. യെഹെസ്കേൽ 30:16. ക്വസ്റ്റ്യൻ: കൈ തൊടാതെ തകർന്നു പോകുന്നതാര്? ഉത്തരം ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ്. ദാനിയേൽ 8:23 മുതൽ 25 വരെ. ക്വസ്റ്റ്യൻ: ദർശനം നിമിത്തം അതിവേദന പിടിച്ച് ശക്തിയില്ലാതായിത്തീർന്ന പ്രവാചകൻ ആര്? ഉത്തരം ദാനിയേൽ. ദാനിയേൽ 10:16. ക്വസ്റ്റ്യൻ: വെൺമഴു കയ്യിലേന്തിയ പുരുഷന്മാരെ ആരാണ് കണ്ടത്? ഉത്തരം യെഹെസ്കേൽ. യെഹെസ്കേൽ 9:2. ക്വസ്റ്റ്യൻ: യഹോവയുടെ കോപത്തിൻ്റെ കോൽ ആര്? ഉത്തരം അശ്ശൂർ. യെശയ്യാവ് 10:5. ക്വസ്റ്റ്യൻ: ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം കൽദയപുത്രി. യെശയ്യാവ് 47:8. ക്വസ്റ്റ്യൻ: അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് എപ്പോൾ? ഉത്തരം 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്. ദാനിയേൽ 9:26. ക്വസ്റ്റ്യൻ: സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് ഇയ്യോബിനോട് പറഞ്ഞത് ആര്? ഉത്തരം എലീഫസ്. ഇയ്യോബ് 22:23. ക്വസ്റ്റ്യൻ: യഹോവ അടിച്ചിട്ടും ബുദ്ധി പഠിക്കാത്ത മക്കൾ ഉള്ളത് ആർക്ക്? ഉത്തരം യഹൂദയ്ക്ക്. യിരെമ്യാവ് 2:28 മുതൽ 30 വരെ. ക്വസ്റ്റ്യൻ: കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം ദാനിയേൽ. ദാനിയേൽ 9:7. ക്വസ്റ്റ്യൻ: സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ എന്ന യഹോവയുടെ അരുളപ്പാട് പറഞ്ഞത് ആര്? ഉത്തരം യിരെമ്യാവ്. യിരെമ്യാവ് 23:28. ക്വസ്റ്റ്യൻ: 7 സഹോദരന്മാർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച കഥ പറഞ്ഞത് ആര്? ഉത്തരം സദൂക്യർ. മത്തായി 22:23 മുതൽ 27 വരെ. ക്വസ്റ്റ്യൻ: നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്
ഏത് പ്രവാചകനാണ് ഇത് പറഞ്ഞത്? ഉത്തരം മലാഖി. മലാഖി 2:10. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം വഹിച്ചുകൊണ്ട് എത്ര ദിവസം ഇടതുവശം ചെരിഞ്ഞു കിടക്കാനാണ് യെഹെസ്കേലിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്? ഉത്തരം 390 ദിവസം. യെഹെസ്കേൽ 4:4-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടാലും ഒത്തിരി സംസാരിച്ചാലും അതിലെന്താണുള്ളത്? ഉത്തരം വ്യർത്ഥത. സഭാപ്രസംഗി 5:7. ക്വസ്റ്റ്യൻ: എസ്തേറിനെ ബോധിച്ചു അവളോട് പക്ഷം തോന്നിയത് ആർക്ക്? ഉത്തരം ഹേഗായിക്ക്. എസ്തേർ 2:8-9 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എൻ്റെ പരിശുദ്ധനല്ലയോ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഹബക്കൂക്ക്. ഹബക്കൂക്ക് 1:12. ക്വസ്റ്റ്യൻ: നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് യഹൂദന്മാർ യേശുവിനോട് ആവശ്യപ്പെട്ടത് എവിടെ വെച്ച്? ഉത്തരം ശലോമോൻ്റെ മണ്ഡപത്തിൽ വെച്ച്. യോഹന്നാൻ 10:23-24 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിൽ ദൈവം എന്ന് തുടങ്ങുന്ന 2 പുസ്തകങ്ങളുണ്ട്. അത് ഏതെല്ലാം? ഉത്തരം റോമർ, എബ്രായർ. ക്വസ്റ്റ്യൻ: എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ ആരുടെ വാക്കുകൾ? ഉത്തരം ഇയ്യോബിൻ്റെ. ഇയ്യോബ് 6:9. ക്വസ്റ്റ്യൻ: ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടവരെ യോഗ്യമാകുംവണ്ണം യാത്ര അയക്കുവാൻ നിർദ്ദേശിച്ചത് ആര്? ഉത്തരം യോഹന്നാൻ. 3 യോഹന്നാൻ 1:7. ക്വസ്റ്റ്യൻ: ആരെയാണ് ഹൃദയത്തിൽ ദ്വേഷിക്കരുതാത്തത്? ഉത്തരം സഹോദരനെ. ലേവ്യ 19:17. ക്വസ്റ്റ്യൻ: മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ആര്? ഉത്തരം ഹിസ്കിയാവ്. യെശയ്യാവ് 38:14. ക്വസ്റ്റ്യൻ: നിലം കാണാതെ വണ്ണം മുഖം മൂടിക്കൊള്ളുവാൻ യഹോവയാൽ കൽപ്പിക്കപ്പെട്ട പ്രവാചകൻ? ഉത്തരം യെഹെസ്കേൽ. യെഹെസ്കേൽ 12:6. ക്വസ്റ്റ്യൻ: മഹളിയുടെ പുത്രന്മാരിൽ വിവേകമുള്ള ഒരു പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ശേരെബ്യാവ്. എസ്രാ 8:18. ക്വസ്റ്റ്യൻ: രക്തം കലർന്ന കന്മഴയും തീയും ചൊരിഞ്ഞതെപ്പോൾ? ഉത്തരം ഒന്നാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ. വെളിപ്പാട് 8:7. ക്വസ്റ്റ്യൻ: ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചതാര്? ഉത്തരം ഹിസ്കിയാവ്. യെശയ്യാവ് 37:14. ക്വസ്റ്റ്യൻ: കണ്ട സ്വപ്നം എഴുതിയത് ആര്? ഉത്തരം ദാനിയേൽ. ദാനിയേൽ 7:1. ക്വസ്റ്റ്യൻ: രഥത്തിൽ വെച്ച് മുറിവേറ്റ് മരിച്ച 2 രാജാക്കന്മാർ? ഉത്തരം 1 ആഹാബ്, 2 യോശിയാവ്. 2 ദിനവൃത്താന്തം 18:33, 35:23-24 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്ന മൃഗം? ഉത്തരം കഴുത. യെശയ്യാവ് 1:3. ക്വസ്റ്റ്യൻ: കുതിരപ്പുറത്തു കയറി കുതിരച്ചേവകരോടുകൂടെ ചാടിപ്പോയ രാജാവ്? ഉത്തരം അരാം രാജാവായ ബെൻഹദദ്. 1 രാജാക്കന്മാർ 20:20. ക്വസ്റ്റ്യൻ: യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ബർന്നബാസിനെയും പൗലോസിനെയും കുറിച്ച്. അപ്പോസ്തലപ്രവൃത്തികൾ 15:25.
ക്വസ്റ്റ്യൻ: ഇസ്രായേലിയർ ഒക്കെയും ഏത് പട്ടണത്തിന് വിരോധമായി ഏകമനസ്സോടെ യോജിച്ചു? ഉത്തരം: ഗിബയ. ന്യായാധിപന്മാർ 20:10-11 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ്? പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? ഉത്തരം: 2 യോഹന്നാൻ. ബൈബിളിലെ 63-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ 24-ാമത്തെ പുസ്തകം. താങ്ക്സ് ഫോർ വാച്ചിങ്.